മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ഓണക്കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ഓണക്കാലത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്കിടയിൽ ഓണാഘോഷത്തെപ്പറ്റി പലതരത്തിലും സംശയങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്ന കാലമാണ്. തിരുവോണം, അതിനാണ് പ്രാധാന്യം. അത്തം തൊട്ട് 10 നാൾ നമ്മൾ ഓണാഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ഈ തിരുവോണ നാളിൻ്റെ പ്രാധാന്യം നമ്മൾ കണക്കാക്കുന്നത് പാതാളത്തിൽ നിന്നും മഹാബലി വരുന്നു എന്നൊക്കെയാണ്. പക്ഷേ അത് തീർത്തും ഒരു തെറ്റിദ്ധാരണയുള്ള കഥയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അത് ഈ എഴുത്തുകാർ അല്ലെങ്കിൽ കവികൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പ്രമാണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതിൻ്റെ പ്രമാണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ആചരിക്കാൻ. ഇവിടെ തിരുവോണം എന്ന് വെച്ചാൽ ഭഗവാൻ മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ച ദിവസമാണ് തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ. അപ്പോൾ വാമന ജയന്തിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഈ പൂക്കളം എന്നതുകൊണ്ട് വാമനസ്വരൂപിയായ ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ പുഷ്പങ്ങൾ വെച്ച് അല്ലെങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു, പുഷ്പാഞ്ജലി ചെയ്യുന്നു എന്നാണ് സങ്കല്പം. തൃക്കാക്കരയപ്പൻ എന്ന് വെച്ചാൽ വാമനസ്വരൂപം തന്നെ. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാവേലി വരുന്ന കഥയോ മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയ കഥയോ എന്ന് പറഞ്ഞാൽ ഈ വാമനമൂർത്തി അനുഗ്രഹിച്ചത് നമ്മൾ പറയുന്ന ഈ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു മാവേലിയല്ല. 7 ദ്വീപുകളെയും ഭരിച്ച് ദേവലോകം പോലും കീഴടക്കിയതാണ് മഹാബലി. അങ്ങനെയുള്ള ആ മഹാബലിയെ 3 അടി മണ്ണ് യാചിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കാരണം ഇതൊക്കെ ഈ ലോകം മുഴുവൻ എൻ്റെ കീഴിലാണ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരമാധികാരി എന്ന രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചപ്പോഴാണ് ആ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. മഹാബലി ഒരു വിഷ്ണു ഭക്തൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ഭക്തനെ ഒരിക്കലും ഒരു ദേവൻ നശിപ്പിക്കാൻ ശ്രമിക്കില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാമനസ്വരൂപനായ ഭഗവാൻ തൻ്റെ ഭക്തന്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ വേണ്ടി വന്നു. ആ ഭക്തന്റെ കുറച്ചുള്ള അഹങ്കാരത്തെ മുഴുവൻ മാറ്റി അദ്ദേഹം ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ വലിയൊരു ലോകം, സുതലം എന്ന ലോകത്തിലേക്കാണ് അയച്ചത്. ദേവന്മാര് പോലും ഒന്ന് പോയി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗത്തേക്കാൾ സുഖമുള്ള സുതല ലോകത്തിലേക്കാണ് മഹാബലി അയച്ചത്. ഇത് മഹാബലിയെ അങ്ങനെ ഒറ്റയ്ക്ക് അയച്ചില്ല. കാരണം ഭക്തദാസനായിട്ട് ഇന്നും വാമനമൂർത്തി അവിടെ കാവൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ കണ്ട് അടുത്ത മന്വന്തരത്തിലെ ദേവേന്ദ്രനായിട്ടും കൂടി ആ മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോൾ കഥ നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക. എന്നിട്ട് നമ്മൾ പറയുക ചവിട്ടിത്താഴ്ത്തിയോ അല്ലാതെ കണ്ട് ഉയർന്ന ആള് താഴ്ന്ന ആളെ ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെയുള്ള ഇതൊന്നും പറയാതിരിക്കുക. നമ്മൾ കഥ ശരിക്ക് കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൊക്കെ അതിൻ്റെ പ്രാമാണികതയും അതിന് കണക്കായിട്ടുള്ള കുറേ തത്വങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. ആരെങ്കിലും ഇതിനെപ്പറ്റി മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക. കാരണം നമ്മുടെ ഈ ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ പല ആൾക്കാരും പലതരത്തിലും ശ്രമിക്കുന്നുണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാശത്തിലേക്ക് തന്നെ അത് പോകും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, വാമനസ്വരൂപനായ ഭഗവാന്റെ ജയന്തിയാണ് തിരുവോണ നാള്. അപ്പോൾ ഈ തിരുവോണ നാളിൽ നമുക്ക് ആ വാമനമൂർത്തിയെയും മഹാബലിയെയും ഓർമ്മിക്കാൻ വേണ്ടി ചില വരികൾ എഴുതിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ കാവ്യഭംഗിയുണ്ടോ എന്നും ചോദിച്ചാൽ അറിയില്ല. എന്തായാലും എൻ്റെ ബുദ്ധിക്കും
എൻ്റെ ഒരു ചിന്തയുടെയും അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഇങ്ങനൊരു കൃതി അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുറച്ച് വാക്കുകൾ എഴുതിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ അതിനൊരു അവരുടേതായൊരു സംഗീതവും ഒക്കെ കൊടുത്ത് പാടിയതാണ്. ദേവപ്രിയ എന്ന കുട്ടിയാണ് പാടിയത്. ആ കുട്ടിയുടെ അനുജത്തി ഹരിചന്ദന, അവർ 2 പേരും കൂടിയാണ് അതിൻ്റെ ആ ഒരു ഗീതം ആലപിച്ചു വന്നത്. അതിൽ ദേവപ്രിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വാമന ജയന്തി ആശംസകൾ എല്ലാവർക്കും നേരുന്നു തിരുവോണനാളിൽ. അതോടൊപ്പം നമുക്ക് ആ പരമഭക്തനായ മഹാബലിയെയും ഓർമ്മിക്കാം. ഭഗവാനിഷ്ടം ഭക്തനെ ഓർമ്മിക്കുന്നതാണ്. അപ്പോൾ മഹാബലി ഒന്നുമില്ലെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് സങ്കല്പിക്കുന്നതിന് തെറ്റില്ല. എല്ലാവർക്കും തിരുവോണാശംസകൾ മുൻകൂട്ടി നേരും കൂടി ചെയ്യുന്നു. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ദേവമാതാവാമരീതിതൻ പ്രാർത്ഥന ദേവദേവേശൻ ശ്രവിച്ചുവല്ലോ. ദേവദുഃഖം തീർക്കാൻ വിഷ്ണുദേവൻ പണ്ട് വാമനമൂർത്തിയായി വന്നുവല്ലോ. ശ്രാവണമാസ തിരുവോണനാളിലായി ലോകൈകനാഥനവതരിച്ചു. 3 മണ്ണിനെ യാചിച്ചു വാങ്ങുവാൻ നർമ്മദാ തീരത്തു ചിന്ന നേരം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഈരേഴു ലോകമടക്കി വാഴും ദൈത്യ വൈരോചനൻ ബലി സ്വീകരിച്ച സൂര്യ തേജസ്സിനാൽ ആശ്ചര്യമാർന്നവർ വാമനമൂർത്തി പൂജ ചെയ്തു. ഞാനുമിൻ്റേതുമിന്നുള്ളോരഹന്തയിൽ സർവവും നൽകാൻ തുനിഞ്ഞ നേരം. ആചാര്യവാക്കു ത്യജിച്ച വൈരോചനൻ സത്യമുയർത്തി മഹാബലിയായി. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. അഹന്തയകറ്റിയ ഇന്ദ്രസേനൻ ഭക്തി ആരാകെ പാടുന്നു സജ്ജനങ്ങൾ. ഭക്തൻ വിഷ്ണുവാമനായനാൾ ഓണമായ ആഘോഷം ചെയ്തു നമ്മൾ. സുതലലോകത്തിലായി വാമനമൂർത്തിയാ ഭക്തന് കാവലായി നിന്നിടുന്നു. ഭക്തദാസൻ ദേവൻ വാമനമൂർത്തിയെ ഓണനാളിൽ നമ്മൾ ഓർത്തിടേണം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഭക്തനും ദേവനും ഏകനായി തീരുന്നൊരാഘോഷനാൾ തിരുവോണമായി. സ്നേഹസാഹോദര്യം ചേർത്തു വയ്ക്കാനായി ആഘോഷനാളുകൾ മാറിടട്ടെ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ.